PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ 70 ആണ്. 130 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ തന്നിരുന്നത്. ഇന്ന് ഡേ 70 ആയി. ഇന്ന് നമുക്ക് എക്സാം ഡേ ആണ് അല്ലേ, റിവിഷൻ ഡേ ആണ്. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് റെഡിയല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആകെ 15 ചോദ്യങ്ങളാണുള്ളത്. നമ്മൾ ആദ്യം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കും, നിങ്ങൾ ആൻസർ ചെയ്യുക, അവസാനം നമ്മൾ ഉത്തരങ്ങൾ പറയും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. 15 ചോദ്യങ്ങളാണുള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. പിന്നെ നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും ഒന്നും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 130 ദിവസത്തെ ടൈം ടേബിളും അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. വീക്ക്ലി നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ടെലിഗ്രാം ചാനലിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ചോദ്യങ്ങൾ വായിക്കാൻ പോവാണേ. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നോക്കാം. ആദ്യത്തെ ചോദ്യം: ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നതുകൊണ്ട് രൂപം കൊള്ളുന്നത്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ട് രൂപം കൊള്ളുന്നത്. ഓപ്ഷൻ എ ഗീസറുകൾ, ഓപ്ഷൻ ബി ചൂടുനീരുറവകൾ, ഓപ്ഷൻ സി നീരുറവ, ഓപ്ഷൻ ഡി ഗീസറുകളും ചൂടുനീരുറവകളും. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചാബ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചാബ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യയിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള സംസ്ഥാനം. ഓപ്ഷൻ ബി ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ സി ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ ഡി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം. മൂന്നാമത്തെ ചോദ്യം: ശ്രീധരൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ശ്രീധരൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ എ ഒരു തെരുവിൻ്റെ കഥ, ഓപ്ഷൻ ബി ഒരു ദേശത്തിൻ്റെ കഥ, ഓപ്ഷൻ സി തോട്ടിയുടെ മകൻ, ഓപ്ഷൻ ഡി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അടുത്ത ചോദ്യം: അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻ എ പി ഭാസ്കരൻ, ഓപ്ഷൻ ബി എ അയ്യപ്പൻ, ഓപ്ഷൻ സി എം മുകുന്ദൻ, ഓപ്ഷൻ ഡി എൻ പ്രഭാകരൻ. അടുത്ത ചോദ്യം: ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്ന രാസവസ്തു. ഓപ്ഷൻ എ കാർമോയിസിൻ, ഓപ്ഷൻ ബി പോൺസി 4R, ഓപ്ഷൻ സി എറിത്രോസിൻ, ഓപ്ഷൻ ഡി ടാർട്രാസിൻ. നെക്സ്റ്റ്: താഴെ തന്നിരിക്കുന്നവയിൽ റെയിൻകോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഏത്? റെയിൻകോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്. ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി ബേക്കലൈറ്റ്, ഓപ്ഷൻ സി പോളിവിനൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ ഡി മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. ലോക് നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ലോക് നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ഭുവനേശ്വർ, ഓപ്ഷൻ ബി പാറ്റ്ന, ഓപ്ഷൻ സി പുട്ടപർത്തി, ഓപ്ഷൻ ഡി റാഞ്ചി. താഴെ തന്നിരിക്കുന്നവയിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
സിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ എ ഉമിനീർ ഉൽപാദനം കൂടുന്നു. ഓപ്ഷൻ ബി ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഓപ്ഷൻ സി കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. ഓപ്ഷൻ ഡി മൂത്രാശയം ചുരുങ്ങുന്നു. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചവർണ്ണകം. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചവർണ്ണകം. ഓപ്ഷൻ എ ഫോട്ടോപ്സിൻ, ഓപ്ഷൻ ബി റോഡോപ്സിൻ, ഓപ്ഷൻ സി അയഡോപ്സിൻ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം, ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ്. ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ്. ഓപ്ഷൻ എ വുഡ് അറേഞ്ച്, ഓപ്ഷൻ ബി വിൽ അറേഞ്ച്, ഓപ്ഷൻ സി വുഡ് ഹാവ് അറേഞ്ച്, ഓപ്ഷൻ ഡി വുഡ് ഹാവ് അറേഞ്ച്ഡ്. രക്തം, ഹൃദയം, വായു ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ വരുന്ന വേർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ശ്വസനം, ഓപ്ഷൻ ബി നിശ്വാസം, ഓപ്ഷൻ സി മൂക്ക്, ഓപ്ഷൻ ഡി ശ്വാസകോശം. സമാനബന്ധം കണ്ടെത്താനാണ്. അടുത്ത ചോദ്യം, തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ശക്തി പകരാൻ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിച്ച ശാസ്ത്ര നയം ഏതാണ്? തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ശക്തി പകരാൻ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിച്ച ശാസ്ത്ര നയം. ഓപ്ഷൻ എ STIP 2013, ഓപ്ഷൻ ബി STP 2003, ഓപ്ഷൻ സി TPS 1983, ഓപ്ഷൻ ഡി SPR 1958. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 17, 87, 37, 67. ഇതിൽ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ എ 17, ഓപ്ഷൻ ബി 87, ഓപ്ഷൻ സി 37, ഓപ്ഷൻ ഡി 67. ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാമത് വാർഷികം 2021 ആചരിച്ചു. പദ്ധതി ആരംഭിച്ച വർഷം എത്രയാണ്? ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാമത്തെ വാർഷികം 2021 ആചരിച്ചു. പദ്ധതി ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2018 ഒക്ടോബർ 2, ഓപ്ഷൻ ബി 2018 ജൂലൈ 14, ഓപ്ഷൻ സി 2018 ഏപ്രിൽ 7, ഓപ്ഷൻ ഡി 2018 സെപ്റ്റംബർ 23. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ. 15 ചോദ്യങ്ങളായി. ഞാൻ ആൻസർ പറയാനായിട്ട് പോവുകയാണ്. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ട് രൂപം കൊള്ളുന്നത്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ട് രൂപം കൊള്ളുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗീസറുകളും ചൂടു നീരുറവകളും. ഗീസറുകളും ചൂടു നീരുറവകളും. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചാബ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പഞ്ചാബ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായ പ്രസ്താവന. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. പഞ്ചാബിൽ എന്താണ്? പ്രതി ഹെക്ടറിൽ ഗോതമ്പ് ഏറ്റവും അധികം പ്രതി ഹെക്ടറിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് കേട്ടോ. പ്രതി ഹെക്ടറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. എന്നാൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ശ്രീധരൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ശ്രീധരൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ ബി ആണ്. ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. കർണാടക. കർണാടക. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി എം മുകുന്ദനാണ്. എം മുകുന്ദൻ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്ന രാസവസ്തു. ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്ന രാസവസ്തു
ഓപ്ഷൻ ഡി ആണ് ടാർട്രാസിൻ ആണ്. ബാക്കി ഈ കാർമോയിസിൻ, പോൺസി, 4R, എറിത്രോസിൻ ഇതെല്ലാം എന്ത് നിറം ലഭിക്കാനാണ്? ചുവപ്പ് നിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ടാർട്രാസിൻ മാത്രമാണ് മഞ്ഞ നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്ന രാസവസ്തു. താഴെ തന്നിരിക്കുന്നവയിൽ റെയിൻ കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഏത്? റെയിൻ കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക് ഓപ്ഷൻ സി ആണ് പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ആൻസർ. പോളി വിനൈൽ ക്ലോറൈഡ്. ഈ പോളിത്തീൻ എന്തിനു വേണ്ടിയിട്ടാണ്? ട്യൂബ്സ്, കണ്ടെയ്നേഴ്സ്, പാക്കറ്റ്സ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളിത്തീൻ ഉപയോഗിക്കുക. ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത് പ്ലഗ്, സ്വിച്ച്, അതുപോലെ ബട്ടൺ, പാചകപാത്രങ്ങളുടെയൊക്കെ പിടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത് പൊട്ടാത്ത പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളി വിനൈൽ ക്ലോറൈഡ് ആണ് റെയിൻ കോട്ടുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്. അടുത്ത ചോദ്യം, ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി പാറ്റ്നയാണ്. നമ്മളിത് കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ജയപ്രകാശ് എന്ന് പറയുമ്പോൾ ജയസൂര്യ പാടുന്ന കാര്യം ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാറ്റ്ന അല്ലെ, പാടുന്ന. അപ്പോൾ അത് വെച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ബാക്കിയുള്ളതൊക്കെ ഉമിനീർ ഉൽപാദനം കൂടുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഇതെല്ലാം പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി മാത്രമാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായത്. നിറങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവില്ലാത്ത കാഴ്ചവർണ്ണകം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. റോഡോപ്സിൻ ആണ്. റോഡോപ്സിൻ. If you had ordered it, I dash it. ഇവിടെ വുഡ് അറേഞ്ച് കൊടുത്തിട്ടുണ്ട്, വിൽ അറേഞ്ച് കൊടുത്തിട്ടുണ്ട്, വുഡ് ഹാവ് അറേഞ്ച് കൊടുത്തിട്ടുണ്ട്, വുഡ് ഹാവ് അറേഞ്ച്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇഫ് ക്ലോസ് ആണ് അല്ലേ. അപ്പോൾ ഇഫ് യു ഹാഡ് ഓർഡേർഡ് എന്നാണ്. ഹാഡ് ഓർഡേർഡ്, അതായത് ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ആണ് വന്നിരിക്കുന്നത്, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം വരേണ്ടത്? വുഡ് ഹാവ് അല്ലേ. വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വുഡ് ഹാവ് ഉള്ള 2 ഓപ്ഷൻ ആണ് ഉള്ളത്. അപ്പോൾ വിൽ അറേഞ്ചും വുഡ് അറേഞ്ചും നമുക്ക് കളയാം. വുഡ് ഹാവ് വെച്ച് 2 ഓപ്ഷൻ ഉണ്ട്. വുഡ് ഹാവ് അറേഞ്ചും ഉണ്ട്, വുഡ് ഹാവ് അറേഞ്ച്ഡും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വരിക? വുഡ് ഹാവ് പ്ലസ് V3 വരണം. അപ്പോൾ V3 ഫോം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, വുഡ് ഹാവ് അറേഞ്ച്ഡ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, രക്തം, ഹൃദയം, വായു ഇവിടെ വരുന്നത് എന്താണ്? രക്തം, ഹൃദയം, വായു എന്താണ് വരിക? ഓപ്ഷൻ ഡി, ശ്വാസകോശമാണ് വരിക അല്ലെ. ശ്വാസകോശമാണ് വരുന്നത്. അടുത്ത ചോദ്യം, തദ്ദേശീയ സാങ്കേതിക വികസനത്തിന് ശക്തി പകരാൻ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിച്ച ശാസ്ത്ര നയം. സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ പഠിച്ചതാണ്. ഉത്തരം ഓപ്ഷൻ സി, TPS 1983 ആണ്. TPS 1983. എന്താണ് TPS? ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒറ്റയാനെ കണ്ടെത്തുക. 17, 87, 37, 67 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 87. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള നമ്പേഴ്സ് ഈ 17, 37, 67 ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അതായത് പ്രൈം നമ്പേഴ്സ് ആണ്. അഭാജ്യ സംഖ്യകൾ. അതായത് അതിനെ നമുക്ക് ഏത് സംഖ്യ കൊണ്ടും കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സംഖ്യയും 1 മാത്രമായിരിക്കും അതിൻ്റെ ഘടകം. ഇപ്പം 17 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 × 17 എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. വേറെ ഏതിൻ്റെങ്കിലും ഗുണിതമായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. 37 എടുത്തു കഴിഞ്ഞാലും 1 × 37, അതായത് ആ സംഖ്യയും 1 മാത്രമേ ഘടകമായിട്ട് വരുള്ളൂ. 67 എടുത്തു കഴിഞ്ഞാലും 1 × 67, അതായത് ആ സംഖ്യയും 1 മാത്രമേ അതിൻ്റെ ഘടകങ്ങളായിട്ട് വരത്തുള്ളൂ. എന്നാൽ 87 എന്ന് പറയുന്നത് എന്താണ്? നമുക്കതിന് മറ്റ് ഘടകങ്ങൾ പറയാൻ വേണ്ടി പറ്റും. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാം? 87 ഇപ്പോൾ അതിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും, അതായത് പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞത് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇപ്പോൾ 8ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 15 ആണ് അല്ലേ.
അപ്പോൾ 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താ, ഇതിനെ നമുക്ക് ഈ ഒരു 87 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പൂർണ്ണമായിട്ടും ഹരിക്കാൻ വേണ്ടി പറ്റും, നിശേഷം ഹരിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നിശേഷഹരണത്തിൻ്റെ വീഡിയോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 3 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാം. സോ 87 എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഭാജ്യസംഖ്യയാണ്. സോ നമ്മുടെ ആൻസർ എന്താണ് വരിക, ഓപ്ഷൻ ബി ആണ്, 87 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാമത് വാർഷികം 2021 ആചരിച്ചു. പദ്ധതി ആരംഭിച്ച വർഷം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അത് ആരംഭിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2018 സെപ്റ്റംബർ 23. 2018 സെപ്റ്റംബർ 23. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ആൻസറൊക്കെ കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.